അത് ഒരു വന്നിട്ടുള്ള ഒരു ഇടിയപ്പമാണ് ഇത്. ഇപ്പോൾ ഇടിയപ്പം നമ്മുടെ റെഡി ആയിട്ടിരിക്കുന്നു. ദാൽച്ചിനി പുട്ടുപൊടിയും കൊണ്ട് ഉണ്ടാക്കിയ ഇടിയപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇടിയപ്പം സൂപ്പ്. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻറ്റ് അരിപ്പൊടി, ഇടിയപ്പത്തിനകത്ത് ഇടാനുള്ള കുറച്ച് തേങ്ങ, ചൂടുവെള്ളം, ഇത്രയുമാണ് ആവശ്യമുള്ളത്. ഉപ്പ്, തൊട്ട് വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചൂടുവെള്ളത്തിലാണ് ഈ ഇടിയപ്പം കുഴയ്ക്കേണ്ടത്. പച്ചവെള്ളത്തിൽ കുഴച്ച് ശരിയാകത്തില്ല. ചൂടുവെള്ളത്തിലാണ് ഇടിയപ്പം കുഴയ്ക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ അടുപ്പിൽ വെച്ച് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. വെള്ളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാവ് കുഴച്ചെടുക്കാം. നമ്മൾ അരിപ്പൊടിക്കകത്ത് ഉപ്പും എല്ലാം ഇട്ട് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. അതിപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റത്തില്ല, ചൂടായതുകൊണ്ട് ഇത് തവി എടുത്ത് വെച്ച് നമ്മൾ കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേശ്ശെ വെള്ളം ഒഴിച്ച്, ഒത്തിരി വെള്ളമായി പോകരുത്. വെള്ളമായി പോയാൽ ദോശമാവ് പോലെക്കാവും. കുറേശ്ശെ വെള്ളം ഒഴിച്ച്, ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ വെള്ളത്തിനെ ഒഴിച്ചെടുക്കും. ഇത് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്ന മാവ്, ഇടിയപ്പത്തിൻ്റെ മാവ് നല്ലവണ്ണം അത് കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ ആ പരുവത്തിന് കുഴച്ചത് റെഡിയാക്കി വെച്ച് നമ്മൾ വാഴയിലയിലാണ് ഈ ഇടിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ 2-3 വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സേവനാഴി എന്ന ഇടിയപ്പത്തിൻ്റെ ഉപകരണത്തിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിച്ച് ഒന്ന് തടവി കൊടുക്കണം, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് നമ്മൾ അത് ഇടിയപ്പത്തിൻ്റെ സേവനാഴിയിൽ കൂടെ പിഴിഞ്ഞെടുക്കണം. കുറച്ച് മാവെടുത്ത് ഈ സേവനാഴി കുറച്ച് മുറുക്കക്കുറവുണ്ട്. അത് നമ്മൾ അടയ്ക്കുമ്പോൾ അത് ലൂസായിട്ട് പോകുന്നു. നമ്മളടച്ചതിന് അത് തിരിച്ച് കുറച്ച് തേങ്ങ ഏലക്കകത്ത് വിതറി പിന്നെ നമ്മൾ മാവ് പിഴിഞ്ഞ് കൊടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ കറക്കി അത് കൊണ്ടുവരും വട്ടത്തിൽ. നമ്മൾ കറക്കും തോറും അത് വട്ടത്തിൽ അത് ചുറ്റിച്ചുകൊണ്ട് വരും. അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇച്ചിരി കുറച്ച് തേങ്ങ വിതറിയിടും. എന്നിട്ട് അത് ഇടിയപ്പത്തിൻ്റെ ഇഡ്ഡലി കുട്ടകം ഉണ്ടെങ്കിൽ അതിൻ്റെ തട്ടിന് മണ്ടയ്ക്കോട്ടത് വെച്ച് അടപ്പ്